ഇങ്ങനെ നിങ്ങൾ മീൻ പൊരിച്ചിട്ടുണ്ടാവില്ല. നല്ല മസാലയിൽ പൊതിഞ്ഞ് തേങ്ങയൊക്കെ അരച്ച് ചേർത്ത ഒരു മീൻ പൊരിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണ്. നല്ല കണമ്പ് കിട്ടിയിട്ടുണ്ട്, നല്ല പിടയ്ക്കണ കണമ്പ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു അരപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, കുരുമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. അത് നമുക്കിതൊന്ന് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ഇതിലെല്ലാം മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെക്കണം. ഒരു 30 മിനിറ്റെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നല്ല വെളിച്ചെണ്ണയിൽ നമുക്കതിനെ പൊരിച്ചെടുക്കാം. അപ്പോൾ നല്ല ഫ്രഷ് കണമ്പാണിത്. ഇന്നിപ്പോൾ രാവിലെ തന്നെ കിട്ടിയതാണ്. അങ്ങനെ മാരിനേറ്റ് ചെയ്ത് ഫുൾ വെക്കട്ടെ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ആ കണമ്പിൽ മസാലയൊക്കെ ഇങ്ങനെ പൊതിഞ്ഞിരിപ്പുണ്ട്. അത് നമ്മളൊരു 30 മിനിറ്റ് ഇങ്ങനെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. എന്നാലാണ് അതിനകത്തെല്ലാം പിടിച്ച് റെഡിയാവുള്ളൂ. അപ്പോൾ ഞാൻ അതുപോലെ ഇങ്ങനെ അരപ്പൊക്കെ പരട്ടി ഒരു 30 മിനിറ്റ് അതിനെ റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് നല്ല വെളിച്ചെണ്ണയിൽ വേണം ഇതിനെ പൊരിച്ചെടുക്കാനായിട്ട്. നല്ല ചൂടായ എണ്ണയിലോട്ട് നമ്മൾ അരപ്പൊക്കെ പരട്ടി വെച്ച് ആ കണമ്പ് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ആ അരപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഫൈനലായിട്ട് ഞാൻ ചേർക്കുന്ന പറഞ്ഞു തരാം. ഇപ്പോൾ ആ കണമ്പ് അതിനകത്ത് കിടന്ന് ആ വെളിച്ചെണ്ണ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. നമുക്ക് തീ ഒന്ന് മീഡിയം ആക്കിയിട്ട് നമുക്ക് 2 സൈഡും അതിനെ ഫ്രൈ ചെയ്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ആ കണമ്പിനെ ഒന്ന് മറിച്ചിട്ട് നോക്കാം. ഒരു സൈഡ് കണ്ടോ നല്ലതായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ആഹാ, എന്താ കളർ നോക്കാം. ഈ സൈഡ് ഇതുപോലെ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കണമ്പ് നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. നമുക്ക് മറ്റേ സൈഡും കൂടെ ഒന്ന് നോക്കാം എന്തായി എന്നുള്ളത്. എന്താ നല്ല കുക്കായിട്ടുണ്ട്. ഇനി ഞാനിതിനെ ഈ പ്ലേറ്റിൽ നിന്ന് ഇതിൽ നിന്ന് മാറ്റിയിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. ഓരോ മീനിനെ എടുത്തിട്ട് ഞാനിവിടെ ആ പ്ലേറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ആ എണ്ണയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കാം. ആ അരപ്പിൻ്റെ ബാക്കിയും കുറച്ച് തേങ്ങായും കൂടെ ചേർത്ത് അരച്ചത് നമുക്കതിനകത്തൊന്ന് വഴറ്റിയെടുക്കാം. ആ അരപ്പൊക്കെ വെളിച്ചെണ്ണയിൽ കിടന്ന് ആ തേങ്ങയും എല്ലാം കൂടെ വഴന്ന് വരുന്നുണ്ട്. അത് ചെറിയ തീയിലിട്ടിട്ട് വേണം അതിനെ നമുക്ക് വഴറ്റിയെടുക്കാനായിട്ട്. ഒന്ന് വഴന്ന് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് വറുത്ത ആ കണമ്പ് കഷ്ണങ്ങൾ, കണമ്പ് ഫിഷ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് അരപ്പൊലി പൊതിഞ്ഞ് ചെറിയ തീയിൽ ഒന്നും കൂടെ പൊള്ളിച്ചെടുക്കും. ഇപ്പം ആ അരപ്പൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ആ ഫിഷ് വെച്ച് കൊടുക്കുകയാണ്. ഇനി പിന്നെ അധികം സമയം വേണ്ട, നമുക്ക് എളുപ്പം തന്നെ അതിനെ ആ അരപ്പൊന്ന് മൂടി 2 സൈഡിലൊക്കെ ഒന്ന് മൊരിഞ്ഞ് കവർ ചെയ്തിരുന്നാൽ മാത്രം മതി. ഫൈനൽ ഫിഷിനെയും കൂടെ ഇട്ട് കൊടുക്കാൻ പോകും. അപ്പോൾ എല്ലാം ഇട്ടു. എന്നിട്ട് നമുക്ക് അപ്പം തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അരപ്പൊക്കെ കണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ കണമ്പിൻ്റെ മുകളിൽ അരപ്പൊക്കെ പുരണ്ടിരിപ്പുണ്ട് കണ്ടോ. നേരത്തെ അധികം അരപ്പ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നോക്ക് അതിൻ്റെ മുകളിൽ അരപ്പ്, ആ അരപ്പിനാണ് നല്ല ടേസ്റ്റ്. ഇതും കൂടെ മറിച്ചിട്ട് ആ മുകളിലും അരപ്പൊക്കെ പിടിച്ച് ഇനി അത് ചെറിയ തീയിൽ നമുക്കിനി ഇതിനെ ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യണം. ചെറിയ തീയിൽ അപ്പോഴാണ് അരപ്പൊക്കെ നന്നായിട്ട് മൂത്ത് ചെറിയ തീയിൽ അതിലൊക്കെ പിടിച്ച് വരുള്ളൂ. ഇപ്പോൾ നമ്മുടെ മസാലയിൽ പൊതിഞ്ഞ കണമ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് സെർവിങ് പ്ലേറ്റിലോട്ട് ഇട്ടിട്ട് നമുക്ക് ചോറിൻ്റെ കൊടുത്ത് സെർവ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പിയാണല്ലോ. അതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഷെയർ ബട്ടണും ലൈക്ക് ബട്ടണും ഒന്ന് പ്രസ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമല്ലോ. കണ്ടോ, വെളിച്ചെണ്ണയിൽ കിടന്ന് ആ അരപ്പ് ഇങ്ങനെ ചെറുതായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. അത് ആ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ആ മീനിലതങ്ങ് പൊതിഞ്ഞിരിക്കും. ആ അരപ്പിനാണ് ഏറ്റവും ടേസ്റ്റ്. ഇനി ഇതിപ്പോൾ ഞാനത് നല്ലൊരു പ്ലേറ്റിൽ വാഴയിലയിൽ സെർവ് ചെയ്തു. ചോറിൻ്റെ കൂടെ പറ്റിയ നല്ല ഒരു മീൻ പൊരിച്ചത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.